ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തത്, മനസാക്ഷിയിൽ വേണം നമ്മുടെ സമാധാനം സൂക്ഷിക്കാൻ. നമുക്കൊരു നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തിൽ ജീവിക്കാം. മനസാക്ഷിയുള്ളവർക്കേ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ ഒക്കത്തുള്ളന്നേ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളം വിറച്ചുകൊണ്ടിരിക്കും. ഞാൻ ആലുവായിലിരിക്കും, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഞാൻ ആലുവായിലിരിക്കുമ്പോൾ ഒരിക്കൽ നമുക്കവിടെ പേപ്പർ തരുന്ന ഒരാളുണ്ട്. അദ്ദേഹം പ്രഭാതത്തിൽ കൊണ്ട് പേപ്പർ ഇട്ടേച്ച് ജോലിക്കാർ പോകും. അതുകൊണ്ട് ആ പേപ്പറുകാരനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ചില നാളിന് ശേഷം ഒരു ദിവസം താൻ പണം വാങ്ങാൻ വന്നപ്പോ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാ ഒരു സ്കൂട്ടറിൽ വന്നിട്ട് ഇറങ്ങി ഫെയ്ത്തോമിലേക്ക് ഇങ്ങനെ ഏന്തി വന്നപ്പോ കാലിൽ ഒരു വലിയ വ്രണത്തിന്റെ കെട്ടാണ്. അദ്ദേഹം ഇങ്ങനെ പഴയ ഫെയ്ത്തോമാണ്, നടന്നു വന്നു. അപ്പൊ ഞാൻ ഇറങ്ങിച്ചെന്നു. ഞാൻ പേപ്പറിന്റെ പൈസയ്ക്ക് വന്ന പാസ്റ്റേന്നോ. ഞാൻ പറഞ്ഞു ഇരുന്നാട്ടേന്നോ. ഞാൻ പൈസ എടുത്തോളൂ. ഞാൻ ചോദിച്ചു, ഞങ്ങളെ ഈ കാലയിൽ എന്തു പറ്റി? അത് ഡയബറ്റിക് ഉണ്ടായി മുറിവേറ്റതാണ്. എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഈ മുറിവ് കരിയുന്നില്ല. അയ്യോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇൻസുലിൻ ഒന്നും ഉപയോഗിക്കുന്നില്ല? അതൊക്കെ ഉപയോഗിച്ചു പാസ്റ്റേ, ഈ മുറിവ് കരിയുന്നില്ല. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ 65-70 വയസ്സോളം വരും. ദയനീയ തോന്നി. ഞാൻ തന്നോട് സംസാരിച്ചാരംഭിച്ചപ്പോൾ അടുത്ത വാക്ക്, പാസ്റ്റേ, ഈ കാലയിലെ മുറിവല്ല വേദന, എന്റെ ഹൃദയത്തിൽ മനസാക്ഷിയിൽ ഒരു മുറിവുണ്ട്, അങ്ങക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ? എന്റെ മനസാക്ഷിയിൽ ആഴത്തിൽ ഒരു മുറിവുണ്ട്, അങ്ങ് എന്നെ ഒന്ന് സഹായിക്കാമോ? എനിക്ക് വേണ്ടി ഇടിവിലൊന്ന് നിൽക്കാമോ? ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? അതെന്റെ വർഷങ്ങൾക്ക് മുൻപ് ഒരു സംഭവം ഉണ്ടായി. എന്റെ അയൽവാസിയായ ഒരു ദരിദ്ര മനുഷ്യനുണ്ടായിരുന്നു. അവൻ എന്റെ അപ്പച്ചന്റെ കാലം മുതൽ എന്റെ അയ്യത്ത് ജോലിയൊക്കെ ചെയ്ത് അവന്റെ അച്ഛനെ മുതൽ എനിക്ക് പരിചയമുണ്ട്. അവന് പാർക്കുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്ക കാലത്ത് വെള്ളം കെട്ടിക്കിടക്കും. അതുകൊണ്ട് അവന് ഇച്ചിരി സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. അവൻ ആ സ്ഥലം വിറ്റ് പൈസ എന്റെ കൊണ്ടു തന്നു. ഞാൻ ആ പൈസ വാങ്ങി അത് എഗ്രിമെന്റ് ഒന്നും എഴുതിയില്ല. സാറേന്നും പറഞ്ഞ് എന്റെ കൊണ്ട് അവൻ പൈസ തന്നു. പിന്നീട് ബാക്കി സ്ഥലവും വിറ്റു. ബാക്കിയുമായി വന്നപ്പോൾ ഭാര്യയും മക്കളും സമ്മതിച്ചില്ല. വസ്തുവിന്റെ വില കൂടി. അവസാനം ഞാൻ പൈസ വാങ്ങിയിട്ടില്ലെന്ന് പറയേണ്ടി വന്നു. രാഷ്ട്രീയ സ്വാധീനമായപ്പോൾ അവൻ എനിക്ക് പൈസ തന്നെന്ന് തെളിവില്ല, സാക്ഷിയില്ല, എഗ്രിമെന്റുകളൊന്നുമില്ല. അവൻ തന്നു. അവസാനം കേസ് കോടതിയിൽ പോയി. കോടതിയിൽ പോയപ്പോൾ എന്ത് ചെയ്തു? ആ കോടതി എനിക്ക് അനുകൂലമായി വിധിച്ചു. എനിക്ക് പൈസ തന്നെന്ന് തെളിവില്ല. അവനെ പുറത്താക്കി. ചില ദിനങ്ങൾക്കുള്ളിൽ അവൻ മരിച്ചുപോയി. അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥപ്പെട്ടു. ഞാൻ ഉറങ്ങിയിട്ട് വർഷങ്ങളായി പാസ്റ്റർ. എന്നോട് പറയാം, ഞാൻ കണ്ണടച്ചാൽ ഉടനെ അവൻ എന്റെ മുമ്പിൽ സാറേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന രൂപം എനിക്ക് കാണാം. അങ്ങേക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ പറഞ്ഞത് കോടതിയിൽ പറഞ്ഞുകൂടെ? ഇല്ല, ഹൈക്കോർട്ടിലെ കേസാണ്. ഇനി ഞാൻ തിരിച്ചു പറയാൻ പോയാൽ കോടതിയോട് ഞാൻ പോഷ്കു പറഞ്ഞതിന് എനിക്ക് ശിക്ഷ കിട്ടും. പാസ്റ്റർ ഇടയ്ക്ക് നിന്ന് ഈ കാശ് വാങ്ങിയൊന്ന് കൊടുക്കാമോ? ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ചു, അവന്റെ ഭാര്യയും മക്കളും ഇല്ലേ? അപ്പൊ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നേരിട്ട് എന്ന് പറയാനൊക്കത്തില്ല. എന്റെ വീട്ടിലെ ആഹാരം കഴിച്ച് എന്റെ ഒരു കുഞ്ഞെന്ന വണ്ണം വളർന്നു വന്നതാണ്. അവനെന്നെ വിശ്വസിച്ചേൽപ്പിച്ചതല്ലേ. അവന്റെ ആ വസ്തുവും പോയി, ഇതും പോയി. ഇപ്പോൾ അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥപ്പെട്ടു. എനിക്ക് ഉറക്കമില്ല, സ്വസ്ഥതയില്ല. കാലിലെ മുറിവല്ല വലുത്, മനസ്സിന്റെ മുറിവാണ്. ദൈവമക്കളെ, മനസാക്ഷിയുടെ മുറിവേറ്റ് ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവസേനയിൽ വന്നിട്ടുണ്ടോ? നയനമനോഹരമായ വസ്ത്രമണിഞ്ഞ് സമൂഹമധ്യേ നിങ്ങൾ മാന്യരായിരിക്കുമ്പോഴും ഏകാന്തതയിൽ നിങ്ങളുടെ പ്രാണനെ വേട്ടയാടി ആ പഴകിയ പാപത്തിന്റെ ചീഞ്ഞുനാറുന്ന ദുർഗന്ധം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആരെങ്കിലും ആ മനസാക്ഷിയിൽ മുറിവേറ്റവരുണ്ടോ? ഈ രാത്രിയിൽ നിങ്ങൾ യേശുവിന്റെ മുഖത്ത് നോക്കണം. ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രാണൻ ശരീരത്തെ വിട്ടാൽ സ്വർഗത്തിന്റെ കവാടം തുറന്നു കിടക്കട്ടെ. നിത്യതയുടെ ന്യായവിധിയുടെ നാളിൽ ആത്മാവിനെ വിളിക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് നമ്മുടെ യജമാനൻ നമ്മെ വിളിക്കട്ടെ. പിശാചു ഭയങ്കര വഞ്ചകനാണ് ദൈവമക്കളെ. ഒരു പാപിയുടെ മനസ്സും ഒരു പിന്മാറ്റക്കാരന്റെ മനസ്സും കൂടെ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. നിങ്ങളൊരു പാപിയുടെ മനസ്സ് ഇങ്ങോട്ട് എടുത്തു നോക്കുക. അവന്റെ മനസ്സെടുത്ത് സൂം ചെയ്ത് നിങ്ങൾ നോക്കിയാൽ എന്താണ്? ഒരു പാപിയുടെ മനസ്സ് നോക്കുമ്പോൾ സമുദ്രമധ്യേ പറന്ന് തളരുന്ന ഒരു പക്ഷിയുടെ അവസ്ഥയാണ്. എന്തിന് ജനിച്ചു, എന്തിന് ജീവിക്കുന്നു, എവിടേക്ക് പോകുന്നു, എന്താ എങ്ങനെയെന്നറിയാതെ പറന്ന് തളരുന്ന സമുദ്രമധ്യേ പറക്കുന്ന ഒരു പക്ഷിയുടെ അവസ്ഥയാണ് ഒരു പാപിയുടെ മനസ്സ് നിങ്ങൾ റിസർച്ച് ചെയ്താൽ. അതേസമയം നിങ്ങൾ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോയി കൃപയിൽ നിന്നകന്ന ഒരു പിന്മാറ്റക്കാരന്റെ മനസ്സൊന്ന് റിസർച്ച് ചെയ്ത് നോക്കാമോ? അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമോ? അവിടെ എന്ത് കാണാം? ഒന്ന്, ഭയങ്കരമായ കുറ്റബോധം. രണ്ട്, ഭയങ്കരമായ നഷ്ടബോധം. അതിലുപരിയായി ഭയം, അതിലുപരിയായി ലജ്ജ, അതിലുപരിയായ വെറുപ്പ്, അതിലുപരിയായ മരണഭയം. സത്യമല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്? ഒരു പാപിയുടെ മനസ്സിൽ ഇതില്ല. അവൻ എന്തിന് ജനിച്ചു, എന്തിന് ജീവിക്കുന്നു, എവിടേക്ക് പോകുന്നെന്നറിയാതെ അവൻ പറക്കുക.
പക്ഷെ ഒരു പിന്മാറ്റക്കാരൻ അതല്ല. അവന് സത്യം അറിയാം, അവന് നീതി അറിയാം, അവന്റെ ഉള്ളിൽ ഭയങ്കരമായ കുറ്റബോധമുണ്ട്. 2, ഏതോ ഒന്ന് അവന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള നഷ്ടബോധമുണ്ട്. അതിലുപരി ഭയങ്കര ഭയമുണ്ട്, അതിലുപരി അതിയായ നിരാശയുണ്ട്, അതിലുപരി അവനോട് തന്നെ വെറുപ്പുണ്ട്. അല്ലേ? നമുക്ക് നമ്മളോട് വെറുപ്പ് തോന്നാറുണ്ടോ? അവർക്ക് അവരോട് തന്നെ വെറുപ്പ്, ഭയം, നിരാശ, അധൈര്യം, അലസത, ഇതെല്ലാം നമ്മൾ കുടിയേറും. ഇന്ന് രാത്രിയിൽ മീറ്റിംഗ് അവസാനിക്കും മുമ്പ് ഞാൻ നിങ്ങളോട് പറയാം സഹോദരങ്ങളെ, നിങ്ങൾ ആരും മനസാക്ഷിയിൽ മുറിവേറ്റവരായി പോകരുത്. ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ രക്തത്തിൽ അത് കഴുകി വെടിപ്പാക്കണം. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ആ ക്രൂശിലെ രക്തത്തിന് മാത്രമേ നമ്മുടെ മനസാക്ഷിയെ കഴുകാൻ നോക്കൂ. അപ്പോൾ ശ്രദ്ധിക്കുക, മനസാക്ഷി ഒരു പ്രമാണമാണ്, മനസാക്ഷി ഒരു ദീപമാണ്, മനസാക്ഷി ഒരു ന്യായാധിപനാണ്, മനസാക്ഷി ഒരു മാഗ്നറ്റ് സൂചിയാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. നമ്മുടെ നിലനിൽപ്പിന് മനസാക്ഷി വേണം, ആരാധനയ്ക്ക് മനസാക്ഷി വേണം. അടുത്തത്, മനസ്സമാധാനം സൂക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? മനസാക്ഷി വേണം. യെസ്, നമ്മൾ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ലോകത്തിലൊക്കെ മറ്റുള്ളവരോട് ഇടപഴകി സംസാരിച്ച് നോക്കണമേ. അപ്പൊ അവരൊക്കെ പറയുന്ന കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അയ്യോ, ഓരോ മനുഷ്യരുടെയൊക്കെ കാര്യങ്ങൾ, നല്ല നയനമനോഹരമായ വസ്ത്രമൊക്കെ ധരിച്ച് 20 ലക്ഷത്തിന്റെ കാറിലൊക്കെ കയറി ജോയി ആലുക്കാസിൽ നിന്ന് 1.5 കിലോ സ്വർണമൊക്കെ മേടിച്ചിട്ട് ചുമന്നതും പച്ചയൊക്കെ അടിച്ച് മിനിയൊക്കെ നടക്കും. നിങ്ങൾ അവരുടെ ഉള്ളം തപ്പാമോ? ഉള്ളം കിടുകിടുകിടാന്ന് പറയ്ക്കുക. കാരണം എന്താ? മരണത്തിന്റെ മണിനാദം കാതിൽ കേൾക്കുകയും മനസാക്ഷി ന്യായാധിപന്റെ നീതിയുള്ള പീഠം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ആ മുറിവിന്റെ വേദന സകല മനുഷ്യർക്കുണ്ട്. ഓടി ഒളിക്കാനൊന്നും ഒക്കത്തില്ല. പരമാർത്ഥതയോടെ കർത്താവിന്റെ അടുക്കൽ പോകണം. സത്യമാണ് കർത്താവേ, എന്റെ മനസാക്ഷി മുറിവേറ്റതാണ്. മരണത്തിന്റെ മണിനാഥ ഉള്ളിൽ കേൾക്കുമ്പോൾ ഞാൻ വിറയ്ക്കുന്നു. കണ്ണടയ്ക്കുമ്പോൾ നിന്റെ നീതിയുള്ള സിംഹാസനം ഞാൻ കാണുന്നു. എന്റെ തെറ്റെന്റെ കുതികാലുകളെ പിന്തുടരുന്നു. എന്റെ പ്രാണൻ വിറയ്ക്കുന്നു. എന്നാൽ രക്ഷപ്പെടാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ ബലഹീനനാണ്, നീ ശക്തനാണ്. ദേവോ, നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ രാത്രിയിൽ നമ്മുടെ മനസാക്ഷിയെ ക്ലീനാക്കിയെടുക്കാം. എത്ര ദൈവമക്കൾ അത് ആഗ്രഹിക്കുന്നു? ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഒന്നിച്ചു വന്നവരല്ല, ഭൂമിയിൽ വന്നപ്പോൾ ഒന്നിച്ചു ചേർന്നവരാണ്. കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ ഒന്നൊന്നായി പോകേണ്ടിയവരാണ്. അപ്പൊ നമ്മുടെ മനസ്സമാധാനം സൂക്ഷിക്കണമെങ്കിൽ എന്തു വേണം? നമ്മുടെ മനസ്സാക്ഷിയെ സൂക്ഷിക്കണം. മനസ്സമാധാനം സൂക്ഷിക്കണം. ചില മനുഷ്യരെ കണ്ടില്ലേ, ജീവിതത്തിൽ സമാധാനമില്ല, അവർക്കും സമാധാനമില്ല. ആ പഞ്ചായത്തിൽ ഒരു മനുഷ്യൻ സമാധാനം കൊടുക്കത്തില്ല, അതാ രസം. ചിലർക്ക് സമാധാനമില്ല, അതുപോട്ടെ, അവരെങ്ങനെങ്കിലും ആട്ടെ. ആ പഞ്ചായത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന് സമാധാനം കാണില്ല. നമ്മൾ ഈ കൊക്കക്കോളയുടെ ഒക്കെ കുപ്പി ഇരിക്കുന്ന കണ്ടിട്ടില്ല? എന്തു മാന്യരാണെന്നറിയാം. ഒന്ന് കുലുക്കിയിട്ട് പൊട്ടിക്കാമോ? പണ്ട് തിരുവല്ല സെൻട്രൽ വൈത്തോമിലെ എന്റെ ട്രെയിനിങ് കാലത്ത് നമുക്കൊരു മറിയാമ ഉണ്ടായിരുന്നു, മേൽപ്പാടം മറിയാം. അവരായിരുന്നു കുശിനയുടെ പ്രധാനപ്പെട്ട ആൾ. അപ്പൊ ഈ കൊക്കക്കോളയുടെ കുപ്പി ഇറങ്ങി വരുന്ന സമയം, അപ്പൊ പാസ്റ്റർ ബെന്യപ്പച്ചൻ അവിടെ അസിസ്റ്റന്റ് പാസ്റ്ററാണ്. അപ്പൊ അദ്ദേഹത്തിന് ബോംബെയിൽ തന്റെ ആരോ സിസ്റ്റർ ഉണ്ട്. അവര് കുറെ കുപ്പി കോള ഒരു ടിൻ കൊടുത്തയച്ചു. അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അത് ഇറങ്ങിയിട്ടില്ല, അത്രയും വലിയ കുപ്പികളൊന്നും. അത് വലിയൊരു ആവേശമായിട്ടിരിക്കുകയാണ്. അപ്പൊ സിസ്റ്റേഴ്സ് സൈഡിലേക്ക്, കിച്ചൺ സൈഡിലേക്ക് ഒന്ന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരാൾ പറഞ്ഞു കൊടുത്തു, ഈ മറിയാമ്മയോട് പറഞ്ഞു, ഇതിന്റെ സത്തെല്ലാം അടിയിൽ അടിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് ശരിക്കും കുപ്പി കുലുക്കിട്ടേ പൊട്ടിക്കാവുന്നു. പാവപ്പെട്ട മറിയാമ്മയ്ക്ക് അറിയാതെ അവര് മെനക്കെട്ട് കുപ്പി കുലുക്കി വെച്ച് ഒറ്റ പൊട്ടിയിൽ പൊട്ടി. ഇത് താനെ പാകിസ്ഥാനിൽ ബോംബ് അടിക്കുന്നവർ ഒറ്റ അടിയാണ്. ഒരു തുള്ളി കുടിക്കാൻ കിട്ടിയില്ല സഹോദരങ്ങൾ, ഒറ്റ തുള്ളി കുടിച്ചു. കമ്പനിക്കാരനെ ചീത്ത പറയാ. ഇന്നും അവരറിഞ്ഞിട്ടില്ല, അതാ രസം. കമ്പനിക്കാരനെ ചീത്ത പറയാ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില മനുഷ്യർ ഇങ്ങനെ അലമാരിയിൽ ഷെൽഫിൽ കോളാക്കുപ്പി പോലെ ഇരിക്കും. നമ്മൾ പൊട്ടിച്ചാൽ ചീറ്റി ബോംബായി പോകും. കാരണം എന്നറിയാമോ? മനസാക്ഷിയിൽ മുറിവേറ്റിരിക്കുന്നു. റീലി അതാണ് അതിന്റെ കാര്യം. ശ്രദ്ധിക്കുക, റീലി അതാണ് സഹോദരങ്ങളെ. നമ്മുടെ മനസ്സിന്റെ സമാധാനം സൂക്ഷിക്കണമെങ്കിൽ മനസാക്ഷിയെ സൂക്ഷിച്ചാൽ. പ്രാണൻ അരണ്ട വെളിച്ചത്തിൽ തപ്പിത്തടയരുത്, ഭയപ്പെടരുത്, ഉള്ള കാര്യം ദൈവത്തോട് പറഞ്ഞു. ഇപ്പൊ സമാധാനം സൂക്ഷിക്കണമെങ്കിൽ എന്തു വേണം? നമുക്ക് മനസാക്ഷി വേണം. ഇനി അടുത്തത് പത്രോസാണ് ഒരു വാക്ക് പറയുന്നല്ലോ, വിശ്വാസം സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു നല്ല റിയലി ഫെയ്ത്ത്, അങ്ങനെ ഒരു വിശ്വാസം സൂക്ഷിക്കണമെങ്കിൽ എന്തു വേണം? അങ്ങനെയല്ലേ തീമോഥെയോസിനോടാണോ പറയുന്നത്? 1 തീമോഥെയോസ് 3:9 വായിച്ച് പെട്ടെന്ന് വായിക്കും. അവർ വിശ്വാസത്തിന്റെ മർമ്മം, മക്കളെ ശ്രദ്ധിച്ചോളണേ, വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കും. മനസാക്ഷിയിൽ സൂക്ഷിക്കേണ്ടതാണ് ഈ വിശ്വാസം. എനിക്ക് വിശ്വാസമുണ്ടേ എന്ന് പറയുന്നൊന്നുമല്ല. മനസാക്ഷിയുടെ ഒരു ഭാഗമാണ് സമാധാനം, മനസാക്ഷിയുടെ ഒരു ഭാഗമാണ് ആത്മധൈര്യം, മനസാക്ഷിയുടെ ഒരു ഭാഗമാണ് ഏത്? വിശ്വാസം. അപ്പൊ നമ്മുടെ വിശ്വാസം സൂക്ഷിക്കണമെങ്കിൽ മനസാക്ഷി വേണം, സമാധാനം സൂക്ഷിക്കണമെങ്കിൽ മനസാക്ഷി വേണം.
ഗോലിയാത്ത് ഓടി ഒളിക്കുമ്പോൾ ദാവീദ് നേരെ നിൽക്കണമെങ്കിൽ ആത്മധൈര്യം ഉണ്ടാകണമെങ്കിൽ മനസ്സാക്ഷി വേണം. വിശ്വാസത്തിൽ കൃപയിൽ ശുശ്രൂഷയിൽ നിലനിൽക്കണമെങ്കിൽ മനസ്സാക്ഷി വേണം. ദൈവം തമ്പുരാന്റെ മുമ്പിൽ പൂർവന്മാരെ പോലെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആരാധനയ്ക്ക് നമുക്ക് മനസ്സാക്ഷി വേണം. പ്രിയ ദൈവമക്കളെ, നാം നമ്മെ തന്നെ തിരിഞ്ഞൊന്ന് നോക്കിക്കാട്ടെ. യേശു വരാറായി. കർത്താവിന്റെ വരവിന് പോകണമെങ്കിൽ നമുക്ക് നല്ല മനസ്സാക്ഷി വേണം. നമ്മുടെ വർഷപ്പഴക്കമോ പാരമ്പര്യമോ ഒന്നും സ്വർഗം തുറന്നു തരത്തില്ല. പൗലോസ് പറയുന്നു, കർത്താവ് വരും, നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കട്ടെ എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. യോഹന്നാൻ പറഞ്ഞില്ലേ, അവൻ വരും, അവനെ കാണും, അവനോട് സദൃശരാകും. ഈ പ്രത്യാശയുള്ളവർ അവനെ പോലെ നിർമ്മലന്മാരായിരിക്കണം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. എന്താണ് യജമാൻ ഇനി അവിടെ നിർമ്മലൻ എന്ന വാക്കിന്റെ അർത്ഥം? ആത്മാവ് എനിക്ക് 2 കാര്യം പറഞ്ഞു തന്നു. 1, മനസ്സാക്ഷി നിർമ്മലമായി സൂക്ഷിക്കണം. 2, മനസ്സ് നിർമ്മലമായി സൂക്ഷിക്കണം. യേശു വരുമ്പം പോണെങ്കിൽ എന്താണ്? വായിക്കാമോ? യോഹന്നാന്റെ ലേഖനത്തിലല്ലേ, വായിച്ചാട്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. യേശു നിർമ്മലനായിരിക്കുമ്പോൾ. എന്താണ് അവിടെ ആ വാക്കിന്റെ അർത്ഥം? നിർമ്മലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? 1, സഹോദരങ്ങളെ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുണ്ട്. സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ ദൈവം പറഞ്ഞ് 2 കെരൂബിനെ ഉണ്ടാക്കി നീയോപെട്ടകത്തിന്റെ മേളിൽ വെക്കാൻ. മോശ അടുപ്പ് പണിയായി അടിച്ചു പണിതെടുത്ത് 2 കെരൂബിനെ ഉണ്ടാക്കി. അവരെങ്ങനെയാ നിന്നെന്നറിയാമോ? ഫേസ് ടു ഫേസ്, നേരെ നേരെ നോക്കിയാൽ. ഒരാൾ തെക്കോട്ടും ഒരാൾ പടിഞ്ഞാട്ടും നിന്നല്ല, മുഖാമുഖം നോക്കി നിന്നെന്നാ പറയും. 2 പേരും കൂടെ ചേർന്നാണ് പെട്ടകം സൂക്ഷിച്ചത്. 2 പേരുടെയും ഓരോ ചിറകൾ ഉയരത്തിൽ നിന്ന്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവർ മുഖാമുഖം നോക്കി നിന്നു. ദൈവത്തോടും മനുഷ്യനോടും നമുക്ക് കുറ്റമറ്റ മനസ്സാക്ഷി ഉണ്ടോ, അവിടെയാണ് ദൈവം വിശ്രമിക്കുന്നത്. സമാഗമന കൂടാരത്തിന്റെ അന്തർമന്ദിരത്തിൽ നിയമപെട്ടകത്തിന്റെ മുകളിലിരിക്കുന്ന ഒരു കെരൂബ് മനുഷ്യനും ഒരു കെരൂബ് ദൈവത്തിനും സാദൃശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അഗ്രിപ്പായേ, എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയിലേക്ക് തിരികെ പോകാം. യേശു വരുമ്പോൾ യേശുവിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ എന്തു വേണം? 1, മനസ്സാക്ഷിയുടെ നിർമ്മലത വേണം. 2, മനസ്സിന്റെ നിർമ്മലത വേണം. 2 കാര്യമാണ്. ഒന്നുകൂടെ ഒന്ന് വായിച്ച്. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. നിർമ്മലന്മാരായി തീരും. നമ്മുടെ മനസ്സാക്ഷിയെ നമുക്ക് നിർമ്മലമായി സൂക്ഷിക്കണം. എത്ര ദൈവമക്കൾ ഇത് ആഗ്രഹിക്കുന്നു? ദൈവമക്കളെ, കർത്താവിന്റെ വരവിന് മുമ്പ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, 99% ആളുകളും നമ്മുടെ വിശ്വാസികൾ തന്നെയാണ്. നമുക്ക് ദൈവത്തിങ്കിലേക്കൊന്ന് മടങ്ങിപ്പോകാം. ഞാൻ പറഞ്ഞല്ലോ, സമൂഹം ഒരു പിന്മാറ്റക്കാരനെന്ന് പറഞ്ഞ് സഭയിലെ പുറമ്പോക്കിൽ തള്ളപ്പെട്ട ഒരു മനുഷ്യൻ ആ മരണ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചത് എന്നോട് ആത്മാവ് അദ്ദേഹത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാണ്, കർത്താവേ, എന്റെ ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിയും മുമ്പ് നീ എന്നോട് ദയ തോന്നി എന്റെ ആ പരമാർത്ഥതയും മനസ്സാക്ഷിയുടെ നിർമ്മലതയും എന്റെ ആരംഭത്തിലെ ഉത്സാഹവും എനിക്ക് തിരികെ തന്നെ എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ആത്മാവ് വേർപിരിയാവും. വർഷങ്ങൾ പലത് കഴിഞ്ഞു, ഇന്നും ആ ശബ്ദം എന്റെ കാതിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരികെ പോകാം. നമുക്കൊരു ശുദ്ധ മനസ്സാക്ഷി ഉണ്ടാക്കിയെടുക്കാം. എവിടെ നിന്ന് നമുക്ക് ഈ മനസ്സാക്ഷി കിട്ടും? കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ചെന്ന് നിങ്ങൾ കരയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ലഭിച്ചത് ശുദ്ധ മനസ്സാക്ഷിയാണ്. മനസ്സാക്ഷിയിൽ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തു നോക്കിയാൽ, ഒരു കൊച്ചു കുഞ്ഞിനെ, കുഞ്ഞൊരു കുഞ്ഞിനെ എടുത്തു നോക്കട്ടെ. അതിന്റെ കാൽപാദത്തിന്റെ വെള്ളയൊന്ന് കുത്തി നോക്കണം, ചെറുതായിട്ട്. കാൽപാദത്തിന്റെ വെള്ളയിലേക്കൊന്ന് തൊട്ട് നോക്കിക്കുക. അത് വളരെ മൃദുവായി കാണാം. വളരെ മൃദുവല്ലേ? വളരെ മൃദുവാണ് ആ കുഞ്ഞിന്റെ കാല്. കാര്യം അതിന്റെ കാല് ഭൂമിയിൽ നടന്നു തുടങ്ങിയില്ല. അവനൊരു 26 വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ കാലിലൊന്ന് കുത്തി നോക്കിക്കേ, അയ്യോ, വെട്ടുകല്ല് പോലിരിക്കും. ജനിക്കുമ്പോൾ അവന്റെ മനസ്സ് നോക്കിക്കേ, ഈ വൈറ്റ് ആയിരിക്കും. 30 വയസ്സുള്ളപ്പോൾ അവന്റെ മനസ്സ് നോക്കിക്കേ, ഈ കറുപ്പായിരിക്കും. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇതെവിടെ നിന്നാണ് സംഭവിച്ചത്? ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യൻ നശിക്കുമോ? ഇല്ല. നമ്മൾ കർത്താവായ യേശുവിന്റെ കാൽവറിയെ നോക്കി കരഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹത്വം ഏതാണെന്നറിയാമോ? ശുദ്ധമായൊരു മനസ്സാക്ഷി. പിന്നെ അതിനെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സഹോദരങ്ങളെ, ഇത് നിങ്ങളുടെ മനസ്സാക്ഷിയാണെന്നിരിക്കട്ടെ. നിങ്ങൾ ആദ്യം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ മനസ്സാക്ഷിയിൽ ഒരു പോറലിങ്ങനെ വീഴും. അങ്ങനെ അപ്പം നിങ്ങൾ ഒത്തിരി കരഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് മേലാൽ ഇനി ആ തെറ്റ് ആവർത്തിക്കത്തില്ലെന്നൊരു നിയമത്തിലെത്തും. വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാകത്തില്ല, പകരം നഷ്ടബോധം ഉണ്ടാകും.
പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധമല്ല, ചെയ്ത നിയമത്തിൽ നിലനിൽക്കാൻ ഒത്തില്ലല്ലോ എന്നുള്ള നഷ്ടബോധം ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ പാപത്തിൽ ഒരു പോറൽ വീഴും. അടുത്തതായിട്ട് എന്ത് ചെയ്യും? ആ പോറൽ ഒരു വിള്ളലായി മാറും. വേണ്ട സമയത്ത് സംരക്ഷിച്ചില്ലെങ്കിൽ ഈ വിള്ളല് ഒരു ഗർത്തമായി മാറും. അധികം മുമ്പ് യൂറോപ്പും ആഫ്രിക്കയും പോലെ 2 ധ്രുവങ്ങളിലേക്ക് പോകും. സംഭവം സത്യമല്ലേ? മനസ്സാക്ഷിയിൽ ആദ്യം പോറൽ വീഴും, പിന്നത് വിള്ളലാകും, പിന്നത് ഗർത്തമാകും, പിന്നെ ദൈവവും മനുഷ്യനും അകന്നു മാറിപ്പോകും. നമുക്ക് നമ്മുടെ ദൈവത്തിങ്കൽ പോകാം. കർത്താവ് നമ്മളോട് കരുണ ചെയ്യട്ടെ. നമുക്ക് വണ്ടിയും വേണ്ട, കാറും വേണ്ട, പിന്നെ കുവൈറ്റിലും പോണ്ട, മസ്കറ്റിലും പോണ്ട. പൊന്നു തമ്പുരാനെ, നിന്നെ കണ്ടെത്തിയ ദിനത്തിലെ ആ മനസ്സാക്ഷിയുടെ നിർമ്മലത എനിക്ക് തിരികെ തരണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കാട്ടെ. എല്ലാവരും ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്കതെങ്ങനെ നേടിയെടുക്കാം സഹോദരൻ? ആ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ചെല്ലാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീക്കറ്റ് സൈഡ് എല്ലാം പിശാചിനറിയാം. നിങ്ങളുടെ ബലഹീനത അവൻ തൊട്ടുകൊണ്ടിരിക്കും. വലിയ ശക്തരായ മൃഗങ്ങളെ കൃഷിക്കാർ ഒതുക്കുന്ന കണ്ടില്ലേ? എന്റെ നാട് കുട്ടനാടാണ്. അവിടെ ഇങ്ങനെ ഈ കന്നിനെ വെച്ച് പൂട്ടും. കുട്ടനാട്ടിലൊക്കെ ഉള്ളവർക്ക് അറിയാം. അപ്പൊ ഈ ഭയങ്കര ശക്തനായ പോത്താണ്. അവൻ ഇച്ചിരി നേരം വെള്ളത്തിൽ കൂടെ നടന്നേച്ച് മടിയനാ, നടക്കത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയാം? കരുണയില്ലാത്തൊരു കാര്യം ചെയ്യും. ഈ കന്നിനെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോ അതിന്റെ കൈയും കാലും കൂടെ കൂട്ടി കെട്ടിയിട്ടിട്ട്, നമ്മുടെ വീട്ടിൽ ചട്ടുകമില്ലേ, മീനൊക്കെ വറക്കുമ്പോൾ മറിച്ചിടുന്ന സാധനം, ഈ ചട്ടുകം നല്ല അങ്ങോട്ട് ചിരട്ട കത്തിച്ചിട്ട് അങ്ങോട്ട് പഴുപ്പിക്കും. ഞാൻ എന്റെ കണ്ണിന് കണ്ടിട്ടു. ഇങ്ങനെ പഴുപ്പിച്ച് നല്ലവണ്ണം ആകുമ്പോ ഈ പാവപ്പെട്ട കന്നിന്റെ തോടഭാഗത്തോട്ട് ഒറ്റ എന്നൊരു ശബ്ദം കേൾക്കാം. 2 ഭാഗത്തും വെക്കും. പോത്ത് കിടന്ന് പിടയ്ക്കും, ഇച്ചിരി വെള്ളമൊക്കെ കോരി ഒഴിക്കും, പിന്നെ അവിടുത്തെ തൊലി അടന്ന് ചുരുണ്ടങ്ങ് പോകും. പിന്നെ ഈ കന്നിനെ അറക്കുന്നവരെ അല്ലെ ചാകുന്നത് വരെ ഈ പാടവിടെ കിടക്കും. ഈ കൃഷിക്കാരൻ ഒരിക്കലും ഈ പാടുണങ്ങാൻ അനുവദിക്കത്തില്ല. നടക്കടാ മുമ്പോട്ടെന്ന് പറഞ്ഞ് നടക്കാതെ വരുമ്പോ ഒറ്റയടി ആ മുറിവിനാ കൂടും. പുറത്തെ തൊലിക്ക് അടികൊണ്ട് കന്നിന്റെ തൊലി മുഴുവൻ ഇപ്പം തഴമ്പാ. പക്ഷെ ഇവിടെ തഴമ്പില്ല. പിശാചിന് നിങ്ങളുടെ ബലഹീനത അറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ എതിർത്ത് നിൽക്കുന്ന ഉടനെ ആ മുറിവിലല്ലേ ചെകുത്താൻ കയറി തൊടുന്നത്. അപ്പോൾ നീ കീഴടങ്ങും. സംഭവം സത്യമല്ലേ? നിന്റെ ബലത്തെ അവൻ അറിയാം. നീ തിരിഞ്ഞു നിന്നാൽ അവൻ വിറയ്ക്കും. പക്ഷെ അവൻ എന്ത് ചെയ്തു? ആ മുറിവ് കരിയാതെ നീ എപ്പോഴേലും എഗനസ്റ്റ് നിൽക്കുമ്പോൾ ഉടനെ അവൻ ആ മുറിവ് തൊടാറില്ലേ? 100 വർഷം മുമ്പേ, 45 വർഷം മുമ്പേ, 30 വർഷം മുമ്പേ ഇതിനിടെ നീ എത്ര പ്രാവശ്യം ഏറ്റു പറഞ്ഞു, എത്ര തിരുവത്താഴ്വെടുത്തു, എത്ര പ്രാവശ്യം കരഞ്ഞു, എത്ര പ്രാവശ്യം പശ്ചാത്തപിച്ചു, പക്ഷെ മുറിവ് ഉണങ്ങിയിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കന്നിനെ കൊണ്ടുപോയി ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ കന്ന് കുറെ നേരം നടന്നുവെച്ച് ക്ഷീണിതനായി നിൽക്കുമെന്ന് കണ്ട ഉടനെ ഇവിടേക്ക് അടിക്കുന്നറിയാമോ? കറച്ച് മുറിവിനടിക്കും. അയ്യോ, പ്രാണൻ വിറച്ച് വീണ്ടും അവൻ ഉഴുതു. സാത്താൻ നിന്റെ പ്രാണനോട് ഇങ്ങനെ ചെയ്യാറുണ്ടോ? നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ മുറിപ്പാടിൽ തൊട്ട് നിന്റെ പ്രാണനെ പിശാചി വിറപ്പിക്കുന്നുണ്ടോ? ഈ രാത്രി നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകാം. യേശുവേ, എനിക്ക് ആ നല്ല മനസ്സാക്ഷി എനിക്ക് തരണം. നിന്നെ കണ്ടെത്തിയ ദിനം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഉത്സാഹം എനിക്ക് തിരികെ തരണം. നിന്നെ കണ്ടെത്തിയ ദിനം എനിക്ക് ഓർമ്മയുണ്ട്. ആ പരമാർത്ഥത എനിക്ക് തരണം. അയ്യോ, ഞാൻ അരിഷ്ടൻ എന്ന് പറഞ്ഞ പൗലോസേ, നീ എങ്ങനെയാണ് 33 വർഷം ഈ അധ്വാനിച്ചു മരിച്ചത്? നീ എങ്ങനെയാണ് മരണത്തെ കണ്ടിട്ട് ധൈര്യത്തോടെ ഏറ്റു പറഞ്ഞത്? അദ്ദേഹം തിരിഞ്ഞു എന്ന് പറയും, പിൻഗാമികളായ നമ്മളോട് പറയും, ബ്രദർ ജോസ്, ഞാൻ എന്റെ മനസ്സാക്ഷി ദൈവത്തോടും മനുഷ്യനോടും മനസ്സാക്ഷി കാത്തു. നമുക്ക് നമ്മുടെ കർത്താവിന്റെ അടുക്കൽ പോകണം. കൊച്ചു കുഞ്ഞുങ്ങളായാലും യൗവനക്കാരായാലും പിശാചി നിന്നെ നശിപ്പിച്ചു കളയരുത്. സാത്താൻ ആ ബലഹീനതയെ തൊട്ടുകൊണ്ടിരിക്കും. ആ മുറിപ്പാടിൽ തൊട്ട് നിന്നെ അധൈര്യപ്പെടുത്തി പിന്നെയും ചവിട്ടിയിട്ടാക്കും. എണ്ണപ്പെട്ട ആയുസ് എത്രയെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. നമുക്ക് എങ്ങനെ ഒരു നല്ല മനസ്സാക്ഷിയെ കിട്ടും? എന്ത് ചെയ്യണം? ഒന്നും മറക്കരുത്. ദൈവത്തോട് ഏറ്റുപറയണം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ അകൃത്യം മറ്റൊരാളുടെ മേൽ പഴി ചാരരുത്. 2, ആദാമിനെ പോലെ ഓടി ഒളിക്കരുത്. 3, അത്തിയില വെച്ച് നഗ്നത മറയ്ക്കരുത്. ശ്രദ്ധിക്കുക, ആദാമിനെ തേടി ഏദനിൽ ചെല്ലുമ്പോൾ ദൈവത്തിന് സഹായിപ്പാൻ കഴിയാത്ത 3 കാര്യം. 1, നീ തുണ തന്ന സ്ത്രീ തന്നിട്ടാണ് ഞാൻ ഇത് തിന്നെന്ന് പറഞ്ഞ് മറ്റൊരാളുടെ മേൽ പഴി ചാരരുത്. 2, നിന്റെ കാലച്ച കേട്ട് ഓടി ഒളിച്ചെന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ മറയ്ക്കരുത്. 3, സ്വയനീതിയായ അത്തിയില വെച്ച് നഗ്നത മറയ്ക്കരുത്. അത് ചെയ്തപ്പോഴാണ് ഹൃദയത്തിൽ മുള്ളും പറക്കാരെയും കിളിർത്തത്. അത് ചെയ്തപ്പോഴാണ് വിശുദ്ധ ജീവിതത്തിന് നീ വിയർക്കാൻ തുടങ്ങിയത്. അത് ചെയ്തപ്പോഴാണ് മരണത്തിന്റെ കെണി നിന്റെ പ്രാണനെ ആക്രമിച്ചത്. അത് നമുക്ക് സംഭവിക്കരുത്. നമുക്ക് ദാവീദിനെ പോലെ പോയി പറയണം. അവൻ യഹോവയുടെ മുമ്പിൽ വസ്ത്രം കീറി, അയ്യോ ഞാൻ പാപിയാണ്. നമുക്ക് എങ്ങനെ ഒരു നല്ല മനസ്സാക്ഷി കിട്ടും?
മനസാക്ഷിക്ക് 2 വ്യവസ്ഥയാ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം. എല്ലാവരും ആ വചനം ഒന്ന് ശ്രദ്ധയോടെ കേട്ടാൽ. നിത്യാത്മാവിനാൽ ദൈവത്തിന് കേട്ടോണം. നിത്യാത്മാവായ പരിശുദ്ധാത്മാവ് മനോഹരമായ ഗെത്സമനെ എന്ന തോട്ടത്തിൽ സ്വർഗത്തിൽ നയിച്ച യേശുക്രിസ്തുവിന്റെ മേൽ മാനവരാശിയുടെ പാപം ചുമന്നു ഏൽപ്പിച്ചതാണ് പറയുന്നത്. വായിച്ച്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മുറിവേറ്റ നിന്റെ മനസാക്ഷിയുടെ മുറിപ്പാടുകളെ കെട്ടി, ആ മുറിവിന്റെ കറകളെ നീക്കി, ആ മുറിവിന്റെ പാടുകളെ നീക്കി, യേശുവിനെ കണ്ടെത്തിയ ദിനം പോലെ ശുഭ്രമായൊരു മനസാക്ഷി തരുവാൻ ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. അത് നസ്രേനായ യേശുവിന്റെ രക്തമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ നമുക്ക് യേശുവിനോട് പോയി പറയണം, യേശുവേ, ആ രക്തം കൊണ്ട് ഒരിക്കൽ കൂടെ എന്റെ മനസാക്ഷിയെ കഴുകണം. ആ രക്തം ഇങ്ങനെ കാൽവറിയിൽ നിന്ന് ഒഴുകി വരും. അപ്പോൾ നിന്റെ മനസാക്ഷി കഴുകും, മനസാക്ഷിയെ വിശുദ്ധീകരിക്കും. നീ എന്ത് ചെയ്യണം? 2 കാര്യം ശ്രദ്ധിക്കുക. സ്വർഗം നിങ്ങളോട് ക്ഷമിച്ചു, ദൈവം നിങ്ങളോട് ക്ഷമിച്ചു, സ്വർഗം അത് മറന്നു. 2 കാര്യം നടക്കും. ദൈവം ക്ഷമിച്ചു, സ്വർഗം മറന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോട് തന്നെ ക്ഷമിച്ച് നിങ്ങളത് മറന്നു കളയണം. ചിലർക്ക് ഇതറിയത്തില്ലെന്നേ. നമ്മളോട് തന്നെ ക്ഷമിക്കണം. പലർക്കും തങ്ങളോട് ക്ഷമിക്കാൻ ഒക്കുന്നില്ല. അതുകൊണ്ടാണ് ഏകാന്തത വരുമ്പോ അയ്യോ 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 അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെയൊക്കെ പറയാറില്ല. രഹസ്യം എന്തേ? നമ്മളോട് ക്ഷമിക്കാൻ ഒക്കുന്നില്ല. അപ്പോ ദൈവം നമ്മോട് ക്ഷമിച്ചു, സ്വർഗം മറന്നു. ദൈവം ക്ഷമിക്കുകയും സ്വർഗം മറക്കുകയും കുഞ്ഞാടിന്റെ രക്തം പാപക്കറകളെ കഴുകുകയും ചെയ്യും. ഇന്ന് രാത്രി നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകണം. സ്വർഗം നിന്നോട് ക്ഷമിച്ചെന്ന് ആത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ, ആ രക്തം കാണുമ്പോൾ നിന്റെ മനസ്സാക്ഷിയെ കഴുകട്ടെ. നീ നിന്നോട് തന്നെ ക്ഷമിക്കുകയും എന്നേക്കുമായി നീ അത് മറന്നു കളയുകയും ചെയ്യണം. എന്നാലേ നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കാൻ ഒക്കൂ. നന്നായിട്ട് അറിഞ്ഞാട്ട്. ഞാൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു ഗൾഫ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പാകിസ്ഥാനിലെ ചില ആളുകളോടുകൂടെ ചേർന്ന് ഗൾഫിൽ വെച്ച് എന്തോ താൻ മോഷ്ടിച്ചില്ല, അവർ മോഷ്ടിച്ച് വിറ്റ കാര്യത്തിൽ താൻ മൗനം വീക്ഷിച്ചു. കമ്പനിയിലെ ആക്രി സാധനങ്ങളെല്ലാം വിറ്റപ്പോൾ നല്ല പമ്പ് സെറ്റും ഒക്കെ വിറ്റ് കളഞ്ഞു. പിന്നെ താൻ അന്ന് കത്തോലിക്കലായിരുന്നു, പിന്നെ പെന്തിക്കോസിൽ വന്നു, പിന്നെ 10-15 കൊല്ലം നമ്മുടെ വിശ്വാസിയാണ്. പുള്ളി നല്ല മനുഷ്യനാ. പക്ഷെ ആത്മാവിൽ നിറയാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കങ്ങ് മിണ്ടാതിരിക്കും. പിന്നെ കാലൊക്കെ നീട്ടിയിട്ടിട്ട് ഇങ്ങനെ അയ്യോ ഒത്തോന്നൊക്കെ പറഞ്ഞ് ഉറങ്ങി തൂങ്ങി 5-6 പ്രാവശ്യം ഒക്കെ. ഞാൻ ചിന്തിച്ചു, നല്ല നീതിമാനായ മനുഷ്യൻ എന്ത് സംഭവം. ഒരാണ്ടവസാന മീറ്റിംഗിൽ ഞാൻ മനസാക്ഷിയുടെ നിർമ്മലത പറഞ്ഞുകൊണ്ടിരിക്കുക. ഇദ്ദേഹം ഒരു 3-ാമത്തെ വരിയിലിരുന്നു. മീറ്റിംഗ് തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചങ്ങല പൊട്ടിത്തെറിക്കുമ്പോൾ ആർപ്പോടെ ദൈവത്തെ സ്തുതിച്ചു. അന്നാണ് എന്നോട് പറയുന്നത്, വാസച്ചായ 14 വർഷത്തിനപ്പുറം ഞാൻ ചെയ്ത ഒരു തെറ്റ് എന്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച ആത്മാവിൽ നിറയാൻ നേരം രംഗം എന്റെ മനസ്സിലേക്ക് വരും. ക്ഷണത്തിൽ എന്റെ അതരമടയും, ഞാൻ മൗനം വീക്ഷിക്കും. പിന്നെ എത്രയും വേഗം ആരാധന തീർന്ന് ദൈവസന്നിധിയിൽ പോയാൽ മതി എന്നുള്ള ചിന്തയാണ്. മരിക്കും മുമ്പ് ഒരു വിടുതൽ എനിക്ക് കിട്ടുമോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ഇന്നത്തെ ആരാധനയിൽ എന്റെ ആത്മാവ് പറഞ്ഞു, എനിക്ക് പകരം പ്രതിപുരുഷനായി നിയോഗിതനായി നിന്റെ അടുക്കൽ വന്ന അഭിഷക്തനായ ഒരുവൻ നിന്നോട് പറയുന്നത് ഞാൻ പറയുന്നതാണെന്ന് നീ അംഗീകരിച്ചാട്ട്. ഞാൻ നിന്നോട് ക്ഷമിച്ചു, സ്വർഗം മറന്നു, നീ നിന്നോട് തന്നെ ക്ഷമിച്ചു മറന്നു കളയാൻ പറഞ്ഞു. സത്യം പറയാം സഹോദരങ്ങളെ, പിന്നെ എന്നോട് പറയുകയാണ്, ഞാൻ തിരിഞ്ഞത് ചിന്തിച്ചിട്ട് പോലും എന്റെ ഓർമ്മയിൽ എത്താൻ ഒക്കുന്നില്ല ചായാൽ. കണ്ടോ, ദൈവം നമ്മളോട് ക്ഷമിക്കട്ടെ. നമുക്ക് എങ്ങനെ ഒരു നല്ല മനസാക്ഷിയെ കിട്ടും? യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കും. ദയവായി ആരെയും വിധിക്കരുത്, ഓടി ഒളിക്കരുത്, ഹത്തിയില വെച്ച് നഗ്നത മറക്കരുത്. റീലി കർത്താവേ, എനിക്ക് അതിന് ഓർമ്മയുണ്ട്. എന്റെ ആത്മാവ് എപ്പോൾ ശരീരത്തെ വിടുമെന്ന് അറിഞ്ഞുകൂടാ. എന്റെ അവസാനത്തിൽ ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തെന്ന് പറയണം. എന്താണ് പോം വഴി? 2 ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നു, സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയാണ്. സ്നാനമേൽക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റാട്ട്. സ്നാനം മനസാക്ഷിയുടെ ഒരപേക്ഷയാണ്. നമ്മളൊരു ഓഫീസിൽ പോയി നമുക്കൊരു അഡ്മിഷന്റെ കാര്യത്തിനായി ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും പോലെ, തമ്പുരാനെ എനിക്കൊരു നല്ല മനസാക്ഷി തരണമേ എന്നുള്ളതിന്റെ ഒരപേക്ഷയാണ് സ്നാനം. സ്നാനത്താലും യേശുവിന്റെ രക്തത്താലുമേ നമുക്കൊരു നല്ല മനസാക്ഷി കിട്ടും. എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട്?
എത്ര ദൈവമക്കൾക്ക് കർത്താവേ, ഞാൻ കുട്ടിക്കാലത്ത് നിന്നെ കണ്ടെത്തിയ നാളിലെ ആ സന്തോഷവും ആ പ്രത്യാശയും ആ ഉത്സാഹവും ആ പരമാർത്ഥതയും എനിക്ക് തരണം. വർഷങ്ങളായി എന്റെ മനസ്സിനെ വേട്ടയാടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ കന്നുകാലികളെ എങ്ങനെയാണ് ഒതുക്കുന്നത്? ആ മുറിവ് കരിയാൻ അനുവദിക്കത്തില്ല. ആ മുറിവിൽ അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ വേദനപ്പെടുത്തി ഊഴിയവേല ചെയ്യുകയാണോ? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെ ആരെങ്കിലും ഈ ഹോളിനുള്ളിൽ ഇരിപ്പുണ്ടോ? ഭയങ്കരമായ കുറ്റബോധവും നഷ്ടബോധവും ലജ്ജയും ഭയവും നിരാശയും അധൈര്യവും ഒക്കെ പ്രാണനിലുണ്ടോ? ഇല്ല. അവയെല്ലാം വിട്ടുകളഞ്ഞാട്ട് കർത്താവ് കരുണയുള്ള ദൈവമാണ്. നമുക്ക് നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ പോകാം. ശുദ്ധ മനസ്സാക്ഷി വേണമെന്നുള്ളവരെല്ലാം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ. ഭൂമിയിൽ മറ്റൊന്നും വേണ്ട കർത്താവ്, എനിക്ക് മറ്റൊന്നും വേണ്ട. ഭൗമ്യമായ സമ്പത്തൊന്നും എന്റെ വിഷയത്തിൽപ്പെട്ടതല്ല. ഉള്ളവനും ഇല്ലാത്തവനും ഭൂമിയിൽ ജീവിക്കുന്നു. എപ്പോൾ എന്റെ പ്രാണൻ ശരീരത്തെ വിടുമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഓർമ്മയുണ്ട്, ആ നല്ല മനസ്സാക്ഷി എനിക്ക് തിരികെ തരണമേ കർത്താവെ. കണ്ണടയ്ക്കുമ്പോൾ അങ്ങയുടെ മുഖം എന്നെ കാണാൻ അനുവദിക്കണമേ. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയോട് അടുത്തിയല്ല കർത്താവിന്റെ മുഖം ധ്യാനിച്ചാട്ടെ. എല്ലാവരും യേശുവിന്റെ മുഖം ധ്യാനിച്ചാട്ടെ. യേശുവിനെ കാണാൻ കഴിയുന്നവരെല്ലാം ഈ ഹോളിന്റെ നടുവിൽ ഉയർത്തുവന്ന ആണിപ്പഴുതുള്ള കര ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുന്ന യേശുവിനെ കണ്ടവരെല്ലാം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. അല്ലാത്തവരാരും കരങ്ങൾ ഉയർത്തണ്ട. നിങ്ങളുടെ പുറമേയുള്ള കണ്ണുകൾ അടച്ച് നിങ്ങളുടെ അകമേയുള്ള കണ്ണുകൾ കൊണ്ട് യേശു എന്റെ അടുക്കൽ നിൽക്കുന്ന എത്ര പേർക്ക് കാണാൻ കഴിയുന്നു? ആ യേശുവിനോടൊന്ന് പറഞ്ഞാട്ട്, യേശുവേ എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്കൊരു നല്ല മനസ്സാക്ഷി എനിക്ക് തരണമേ. എന്റെ ആരംഭത്തിലെ പരമാർത്ഥത എനിക്ക് തിരികെ തരണമേ. എന്റെ ആരംഭത്തിലെ ഉത്സാഹം എനിക്ക് തിരികെ തരണമേ. നീ എന്നെ അനാഥനായി വിടത്തില്ലെന്ന് എനിക്കറിയാം. യേശുവേ, നീ വരുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് ശുദ്ധമായ ഒരു മനസ്സ് തരണമേ. എന്റെ മനസ്സിനോട് പോരാടുന്ന പാപശക്തി, മ്ലേച്ഛശക്തി എല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കഴിഞ്ഞ കാലത്ത് അറിഞ്ഞും അറിയാതെയും വന്ന മനസ്സാക്ഷിയുടെ മുറിപ്പാടുകൾ ഈ രാത്രിയിൽ യേശുവിന്റെ രക്തത്തിൽ കഴുകപ്പെടട്ടെ. ഇനി നീ പിശാചിന് അടിമയല്ല. കഴിഞ്ഞ നിമിഷം വരെ നിന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ആ മുറിപ്പാടിനെ തൊട്ട് നിന്നെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ച് നിന്റെ ആയുസ്സിനെ പാഴാക്കിയ ആ സാത്താനെ ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചാട്ട്. ആരും അലസരായിരിക്കരുത്. കർത്താവ് നിന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നു. ആത്മാവാണ് ഇപ്പോൾ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ വിളിക്കപ്പെട്ടത് അനുഗ്രഹത്തിനാണ്. അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ട നീ ഒരിക്കലും ശപിക്കപ്പെടാൻ പാടില്ല. നീ നീതിക്കായി വിളിക്കപ്പെട്ടവനാണ്. നീ ഒരിക്കലും അനീതിയായി പോകാൻ പാടില്ല. നീ സമാധാനത്തിനായി വിളിക്കപ്പെട്ടവനാണ്. ഒരിക്കലും ബാബേലും നിന്നെ ഭരിച്ചുകൂടാ. യേശുവാണ് നിനക്ക് മറുവില കൊടുത്തത്. കർത്താവിന്റെ സന്നിധിയോട് അടുത്തിയെന്നാട്ട് കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തം, രക്ഷകന്റെ രക്തം ആത്മാവിൽ നമുക്ക് ദർശിച്ചുകൊണ്ടേയിരിക്കാം. അതാ ക്രൂശിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കാട്ട്. അവന്റെ കൈകളിൽ നിന്ന് ആണികൾ ആ രക്തം ഇച്ചിച്ച് വീഴുന്നത് കണ്ടില്ലേ? കാലുകൾ ചേർത്ത് വെച്ച് ആണി അടിച്ചത് കണ്ടില്ലേ? ആരാണ് അതിൽ അടിക്കുന്നത്? ഞാനും നിങ്ങളുമാണ്. നമുക്ക് യേശുവിനോട് പറയാം, സോറി കർത്താവേ, ഇതെല്ലാം ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഇതിനെല്ലാം ഉത്തരവാദി ഞാൻ മാത്രമാണ്. എന്നെ നീ തള്ളിക്കളയരുത്, എന്നെ നീ തള്ളിക്കളയരുത്, എന്നെ നീ തള്ളിക്കളയരുത്. കർത്താവേ, എനിക്ക് നല്ല ഒരു മനസ്സാക്ഷി തരണമേ. നിന്നെ ആരാധിപ്പാൻ, നീ വരുമ്പോൾ നിന്റെ മുൻപിൽ നിൽക്കുവാൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ, ഈ കൃപയിൽ വിശുദ്ധന്മാരോടുകൂടെ ചേർന്ന് നിൽക്കുവാൻ യേശുവേ എനിക്കൊരു നല്ല മനസ്സാക്ഷി തരണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പരമാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി സിയോനിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നിന്റെ വിടുതലാണ്. യാക്കോബ് ദൂതനോട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചേ ഞാൻ നിന്നെ വിടൂ. യാക്കോബേ, നിനക്ക് എന്താണ് അനുഗ്രഹം? യാക്കോബ് പറഞ്ഞു, 20 വർഷമായി എന്റെ ആത്മാവിനെ ഭയപ്പെടുത്തുന്ന എന്റെ സഹോദരനെ കൊല്ലുമെന്നുള്ള ഭയമാണ്. കഴിഞ്ഞ 20 വർഷമായി ഏശാവെന്ന് കേൾക്കുമ്പോൾ യാക്കോബിന്റെ ഉള്ളം വിറയ്ക്കുന്നു. കാര്യോ അവൻ കൊല്ലും. നീ പലതിലും ഭയപ്പെടുകയല്ലേ, പലതിലും അധൈര്യപ്പെടുകയല്ലേ, ആഭിചാര ശക്തിയെ പേടിക്കുകയല്ലേ, പാരമ്പര്യ ശാപത്തെ പേടിക്കുകയല്ലേ? യേശു അല്ലേ നിനക്ക് മറുവില കൊടുത്തത്? ഓ, കുഞ്ഞാടിന്റെ രക്തത്താൽ ഇന്ന് രാത്രി നമുക്ക് കഴുകൽപ്പെടാം. ആ രക്തം നമുക്ക് മറുവിലയായി കൊടുത്തിരിക്കുന്നു. എല്ലാവരും ആ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നാട്ട്. നല്ല ഒരു മനസ്സാക്ഷി എനിക്ക് വേണം കർത്താവേ. ഭൗമിക
സമ്പത്തല്ല വിഷയം, ആടുമാടുകളല്ല വിഷയം. എനിക്ക് നിന്നെ കണ്ടെത്തിയതിന് ഓർമ്മയുണ്ട്. ഉയർച്ച വന്നു, താഴ്ച വന്നു, സമൃദ്ധി വന്നു, ദാരിദ്ര്യം വന്നു. കർത്താവേ, ഞാൻ സിയോന്റെ പടിവാതിലോളം ഉണർന്നു, പലപ്പോഴും പാതാളത്തിന്റെ പടിവാതിലോളം താണുപോയി. നിന്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാണ്. ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ അനാഥനായി വിടത്തില്ല. എല്ലാവരും വാ തുറന്ന് യേശുവിന്റെ രക്തം ഏറ്റു പറഞ്ഞാട്ട് ആരും അതരമടച്ചിരിക്കരുത്. മനസ്സാക്ഷിയിലേക്ക് ഒഴുകിയെത്തുവാൻ അതരം തുറന്ന് യേശുവിന്റെ രക്തം ഏറ്റു പറഞ്ഞാട്ട് എല്ലാവരും യേശുവിന്റെ രക്തത്താൽ എനിക്കൊരു മനസ്സാക്ഷി ലഭിക്കുമെന്ന് ഏറ്റു പറഞ്ഞാട്ട് ആത്മാവ് നിന്നോട് ക്ഷമിച്ചെന്ന് പറയുമ്പോൾ ഉടനെ നീ നിന്നോട് തന്നെ ക്ഷമിച്ചത് മറന്നാട്ട് അവൻ പാപത്തെ കെട്ടി സമുദ്രത്തിന്റെ ആഴത്തിൽ എറിഞ്ഞിരിക്കുന്നു. പാപത്തിന്റെ മുറിപ്പാട് കരിയട്ടെ, പാപത്തിന്റെ ചങ്ങലകൾ അഴിയട്ടെ, നിരാശയുടെ കോട്ടകൾ തകരട്ടെ, ശാപത്തിന്റെ മതിലുകൾ ഇടിയട്ടെ.